പിന്നെ എൻ്റെ വൈഫ് പ്രിയയാണ്. ഞങ്ങൾ 1996 വിവാഹിതരായത്. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. വൈഫ് ഒരു ടീച്ചറാണ്. ഞങ്ങൾ കുറേ കാലം ഗൾഫിലായിരുന്നു, ഒമാനിലായിരുന്നു. അവിടെ ഇന്ത്യൻ സ്കൂൾ സൊഹാറിലാണ് വൈഫ് ജോലി ചെയ്തിരുന്നത്. 2015 ബെസ്റ്റ് ടീച്ചർ അവാർഡ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾ ഓവർ ഒമാനിൽ. അപ്പോൾ അത് കൊടുത്തത് അവിടുത്തെ ഒരു അംബാസഡറാണ്. അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അത് ഒരു അവാർഡ് ഒരു മലയാളിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അനുഭവമായിരുന്നു. അത് മാക്സിമം എൻജോയ് ചെയ്തു. 2015 അത് കിട്ടിയത്. പിന്നെ ഞങ്ങൾ 2018 ഞങ്ങൾ ഇങ്ങോട്ട് 2019 ഞങ്ങൾ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോന്നു. ഫാമിലി ഇങ്ങോട്ട് പോന്നു. ഞാനൊരു 2 കൊല്ലം കൂടി അവിടെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ പുള്ളി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്ലാന്റ്സ് കുട്ടികളെക്കാളും ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ നമുക്ക് സ്കൂളിൽ ചേരാനോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാനോ പുള്ളിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും താല്പര്യമുള്ള ഒരു ഫീൽഡാണ് പ്ലാന്റ്സ്, പലതരത്തിലുള്ള പ്ലാന്റ്സ്. അപ്പോൾ ആ പ്ലാന്റ്സിനെ നമ്മൾ ശുശ്രൂഷിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നത് പുള്ളിക്കൊരു ആവേശമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വൈഫിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് വൈഫിനെ ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നത്. ഏത് സ്കൂളിൽ പഠിക്കണേ? കൂനമുച്ചി. മോളുടെ പേരെന്താ? എത്രല്ല പഠിക്കണേ? 5-ല്ലേ? ക്ലാസ് ടീച്ചർ കൊടുക്കാനാ? സ്കൂളിലേക്ക് മൊത്തമായിട്ട്? ഓ, വെരി ഗുഡ്. അല്ലേ എല്ലാ കാലം കൊടുക്കാറുണ്ട് ടീച്ചർക്ക്. പിടിക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇതുപോലെ ചെയ്യണം. ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കാലിക്കറ്റ് റോഡിൽ കേച്ചേരി എന്ന് പറഞ്ഞ ഒരു ടൗണിൻ്റെയും ചൂണ്ടൽ എന്ന് പറഞ്ഞ ടൗണിൻ്റെയും നടുവിലായിട്ട് പാറന്നൂർ എന്നാണ് ഈ സ്ഥലത്തിന് എക്സാക്ട്ലി പറയുക. അവിടെയുള്ള നയാര പെട്രോൾ പമ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മളുടെ ഈ ലാൻഡ് നിൽക്കുന്നത്, ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു 100ഓളം വെറൈറ്റീസ് ഓഫ് ബോഗൻവില്ലയാണ് ചെയ്തിരിക്കുന്നത്. പേര് കടലാസ് പൂ എന്നുള്ള പേര് പോലെ തന്നെ ഇതിനകത്ത് കടലാസ് പൂ മാത്രമേ ഉള്ളൂ. വേറൊരു വെറൈറ്റി ചെടികളും ഞങ്ങൾ സെയിൽ ചെയ്യുന്നില്ല. ആക്ച്വലി അത് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബാക്കി ഭാഗമാണ്. ഞങ്ങൾ കുറച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. അതിനിടയിൽ യാത്രകൾ പോകുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ എൻ്റെ കയ്യിൽ ഒരു 100-300ഓളം വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ യാത്രയും ഒരു 10-15 ദിവസത്തെ യാത്രകൾ കഴിഞ്ഞ് വരുമ്പോൾ ആ ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. പിന്നീട് ഞങ്ങളൊരു 2.5-3 വർഷം മുമ്പ് കടലാസ് പൂക്കൾ ഇങ്ങനെ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ ശേഖരിച്ചു തുടങ്ങിയപ്പോൾ അത് ഞങ്ങളുടെ യാത്രകളിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നി. അതായത് നമ്മളൊരു 10 ദിവസം 5 ദിവസം കഴിഞ്ഞ് വന്നാലും വാടും, പക്ഷേ അവർ നശിച്ചു പോകണില്ല. തിരിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് പണ്ടത്തെ പോലെ തന്നെ പൂക്കളായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിലൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 4 വർഷത്തോളം ആവാനായി ഞങ്ങൾ കടലാസ് പൂക്കളുടെ ഒരു 19 വെറൈറ്റികൾ ഞങ്ങൾ വീട്ടിൽ കളക്ട് ചെയ്തു.
അങ്ങനെ ഈ ലാൻഡ് വെറുതെ ഇങ്ങനെ കെടുക്കുമായിരുന്നു, കാട് പിടിച്ച് കെടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മക്കളെല്ലാവരും ഇപ്പോൾ പഠിത്തവും കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളിൽ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന്. അങ്ങനെയാണ് ഈ പ്രദേശം വൃത്തിയാക്കി എല്ലാം ശരിയാക്കി കടലാസ് പൂക്കളുടെ വെറൈറ്റീസ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ച് ഈ തോട്ടം തുടങ്ങിയത്. ഇതിൻ്റെ മുഴുവൻ എഫേർട്ടും പെയിനും എടുത്തിരിക്കുന്ന ആൾ ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിയാണ് ഇതെല്ലാം ശരിയാക്കി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നത്. നീ അത് നോക്ക്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. കാരണം പുള്ളിക്ക് പ്ലാൻസിനെ കുറിച്ച് അത്ര അധികം അറിയില്ല, പക്ഷേ ബാക്കി എല്ലാ എഫേർട്ടിനും നല്ല എന്താ പറയുക, നല്ല വശമുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊക്കെ ശരിയാക്കി എനിക്ക് കൈമാറി തന്നതാണ് ഈ കടലാസ് പൂ എന്നുള്ള നഴ്സറി. അപ്പോൾ ആളാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പറയാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഇവിടെ 100 റുപ്പീസ് തൊട്ടിട്ട് മുകളിലേക്കാണ് റേറ്റ് വരുന്നത്. അധികവും ഇതിലുള്ളത് ഹൈബ്രിഡ് വെറൈറ്റികളാണ്. പിന്നെ ഫോറിൻ വെറൈറ്റീസിൻ്റെ ഗ്രാഫ്റ്റുകളും ലെയറിങ്ങുകളും ഉണ്ട്. അതെല്ലാം റേറ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതാണ് വരുന്നത്. നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഉള്ളത് ഓഫ്ലൈൻ മാത്രമാണ്. ഓൺലൈൻ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ജനുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ഓൺലൈനിലേക്ക് കടക്കാനായിട്ട് നമ്മളങ്ങനെ ഒരു ഇത് ഉദ്ദേശിച്ചല്ല തുടങ്ങിയത്. ഓഫ്ലൈനായിട്ട് ഇതൊരു ഗാർഡനായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പിന്നെയാണ് സെയിലിൻ്റെ ഒരു ഇത് വന്നത്. അതുകൊണ്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓൺലൈനായിട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളാണ്. അതായത് ചൂട് കൂടുതൽ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയും. ആട്ടിൻ കാഷ്ടം, മുയൽ കാഷ്ടം, കോഴിക്കാഷ്ടം, അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും, പിന്നെ നമ്മൾ മണലിന് പകരം ഉമിയാണ് ചേർത്തിരിക്കുന്നത്. നെല്ലിൻ്റെ ഹസ്ക് എന്ന് പറയില്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ മണ്ണും കൂടിയിട്ടുള്ള മിക്സിലാണ് നമ്മൾ ഈ എല്ലാ പ്ലാന്റ്സും പോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു 3-4 വീക്സിൽ നമ്മൾ ഇതുപോലെ മുയൽ കാഷ്ടത്തിൻ്റെ മിക്സാണ് പിന്നീട് യൂസ് ചെയ്തിരിക്കുന്നത്. മുയൽ കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ചേർന്നിട്ടുള്ള വളമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ എൻഹാൻസ് ചെയ്യാൻ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി, അതായത് ഒരു പിഞ്ച്, നമ്മൾ ഉപ്പ് നുള്ളിയിടുന്ന പോലെയാണ് നമ്മൾ കൊടുക്കുക. അത് ചെയ്തിരിക്കുന്നത് ഫാക്ടംബോസ് 20-20 എന്ന് പറഞ്ഞ സാധനമാണ് കളർ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഒരു ജസ്റ്റ് പിഞ്ച് അത്രേ അതിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ കൊടുത്താൽ ചെടികൾ നാശമായി പോകും, കരിഞ്ഞു പോകും. അതാണ് അത് കൊടുക്കാത്തതിൻ്റെ കാരണം. അത് അത്ര ആവശ്യമുള്ള സാധനമല്ല. നമ്മളിപ്പോൾ ഒരു ഒക്ടോബറിൽ പ്ലാന്റ് ചെയ്ത ചെടികളാണ് ഇപ്പോൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ തൊട്ട് ഈ ഫെബ്രുവരി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ 2 പ്രാവശ്യമാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴും അത് ഉപയോഗിച്ചിട്ടില്ല. അതെ, ഈ ചെടി വളരെ ലോ മെയിൻ്റനൻസിൽ പോകുന്ന ഒരു ചെടിയാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവാണ് വേണ്ടത്. വെള്ളം കൂടുതൽ ഒഴിക്കും തോറും ഇലയാണ് കൂടുതൽ ഉണ്ടാവുക, ലീഫാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുക. ഫ്ലവേഴ്സ് വരണമെങ്കിൽ നമുക്ക് വേണ്ട ടെക്നിക്സ് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക, വെയിലിൻ്റെ അളവ് ഫുൾ സൺലൈറ്റ് കിട്ടുന്ന പോലെ വെച്ചാൽ ഇതുപോലെ ബ്ലൂം ചെയ്യും. നമുക്കിവിടെ ഫുൾ സൺലൈറ്റാണ്, ഒരു തരത്തിലുള്ള ഷെയ്ഡും ഇതിലേക്ക് വരില്ല. അങ്ങനെ അത്രയും സൺലൈറ്റും വെള്ളത്തിൻ്റെ അളവ് കുറവും. ഈവനിങ്സാണ് കടലാസ് ചെടികൾ നനയ്ക്കാൻ എപ്പോഴും നല്ലത്. അത് നമ്മൾ വളമൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നനച്ചതിന് ശേഷം വളം ചെറിയ അളവ്, ഓരോ ചട്ടികൾക്കും ഡിഫറെൻ്റാണ് അളവ്, ചെറിയൊരു അളവേ വേണ്ടൂ. ആ അളവ് വളം അതിനകത്ത് ജസ്റ്റ് ഒരു സൈഡിൽ വയ്ക്കുക. ചെടിയുടെ കടയ്ക്കടുത്ത് വയ്ക്കരുത്, ചെടിയുടെ ചട്ടിയുടെ സൈഡിനായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും അത് സോക്ക്ഡ് ആവും. അത് കുതിർന്ന് കഴിഞ്ഞിട്ട് പിന്നെ നനയ്ക്കുമ്പോൾ അത് സ്ലോലി അതിലേക്ക് ഡിസോൾവ് ചെയ്ത് പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ അത് നേരെ വന്ന് കടക്കിൽ അടിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെടിയെ നാശാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്നത് ഈവനിങ്സിലാണ് അധികവും നനയ്ക്കുക. ചിലപ്പം മോർണിംഗും നനയ്ക്കേണ്ടി വരും, കാരണം വളമൊക്കെ ഇടുന്ന സമയമാകുമ്പോൾ നമുക്ക്
രാവിലെ നനച്ച് ഉച്ചയോടുകൂടി വളമിട്ട് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ എംപ്ലോയീസൊക്കെ പോവും. അത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ വളം ഇടുമ്പോൾ രാവിലെ നനയ്ക്കും, അല്ലാത്ത സമയത്ത് ഈവനിങ്സിലാണ് നനയ്ക്കുന്നത്. നമ്മൾ രാവിലെ 9 മണിക്ക് തുറക്കും, 6 മണിയോടുകൂടി ക്ലോസ് ചെയ്യും. ഇല്ല, ആളുകൾ ഇവിടെ വന്ന് ചൂസ് ചെയ്തതിന് ശേഷം അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അല്ലാതെ നമ്മളായിട്ട് അവർക്ക് ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ചോയ്സ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യം അറിയില്ല. അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന കളറ്, അല്ലെങ്കിൽ സൈസ് ഓഫ് പ്ലാന്റ്, അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചിങ്, അതൊക്കെ അവരുടെ തന്നെ ചോയ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവരിവിടെ വന്ന് ചൂസ് ചെയ്തതിന് ശേഷം അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആളുകളുണ്ട്, ഓട്ടോയോ പെട്ടി വണ്ടിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ വിളിച്ച് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പലപ്പോഴും ആളുകൾ എടുത്തിട്ട് പോവാറ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡിഫറൻസ് നേരിയതാണ്, പക്ഷേ നമുക്ക് 100ഓളം വെറൈറ്റീസ് ഇതിനകത്തുണ്ട്. എൻ്റെ പേര് ഡയസ് ജേക്കബ് എന്നാണ്. വീട് സ്വദേശം ശരിക്കും കൂനമുച്ചിയാണ്. ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് അമല ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യണം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നമുക്ക് കയറി ചെല്ലണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ ഞങ്ങൾ വെറൈറ്റി ചെടികൾ, പ്ലാന്റ്സ് കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ തോന്നി, പിന്നെ ഞങ്ങളുടെ യാത്രകൾ മുഴുവൻ വെറൈറ്റി പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ച് വരുന്നു, പല വെറൈറ്റി സ്പീഷീസ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഞങ്ങൾ അടുത്ത യാത്ര ചെയ്ത് പോരുമ്പോൾ വീണ്ടും ആ പ്ലാന്റ്സ് എല്ലാം ഒന്നുകിൽ ഉണങ്ങിപ്പോയിണ്ടാവും, അല്ലെങ്കിൽ അത് കേടായി പോയിണ്ടാവും. അതായത് ഒന്നുകിൽ ശരിയായിട്ടുള്ള നന കിട്ടാതെ, അല്ലെങ്കിൽ വളപ്രയോഗം കിട്ടാതെ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഈ ബോഗൺവില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനധികം മെയിൻ്റനൻസ് വേണ്ട എന്നുള്ളൊരു അറിവ് ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പലതരത്തിലുള്ള ബോഗൺവില്ലയുടെ വെറൈറ്റി സ്പീഷീസ് ഞങ്ങൾ വീട്ടിൽ കളക്ട് ചെയ്തു. ഒരു 40-45 വെറൈറ്റികൾ ഞങ്ങൾ വീട്ടിൽ കളക്ട് ചെയ്ത് ഞങ്ങളങ്ങനെ വെച്ചു. യാത്ര ചെയ്ത് വരുമ്പോൾ യാതൊരു കുഴപ്പമുണ്ടാവില്ല. നനയ്ക്കുന്ന ആൾ കൃത്യമായി നനയ്ക്കുമ്പോൾ അതെല്ലാം വളരെ ഭംഗിയായി നിൽക്കുന്നത്, തിരിച്ചു വരുമ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി അഥവാ 2-3 ദിവസം നനച്ചില്ലെങ്കിൽ കൂടി ആ പ്ലാന്റ് അവിടെ ഉണ്ടാവും, ഒരു തരത്തിലും പോയിണ്ടാവില്ല. ചെറുതായിട്ടൊരു വാട്ടർ ഉണ്ടാവുന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത്, എന്തുകൊണ്ട് അങ്ങനെയാണ് ഈ സ്ഥലം ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫാദറായിട്ട് എനിക്ക് തന്ന സ്ഥലമാണ്. ഫാദർ ഇവിടെ അറിയപ്പെടുന്നത് ചാക്കോള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുള്ളി ഒരു ഫുട്ബോൾ പ്ലെയറാണ്. കുറച്ച് സീനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം പുള്ളിയുടെ കളിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇമ്മട്ടി ചാക്കോളാസ് എന്നുള്ള പേരിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിന് ഈ സ്ഥാപനത്തിന് കടലാസ് പൂ എന്നുള്ള പേര് ഇടാനും കാരണം. പിന്നെ ഈ കടലാസ് പൂ വരാനുള്ള കാരണം ഇതാണ്. കടലാസ് പൂ അധികം മെയിൻ്റനൻസ് വേണ്ട എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തുടങ്ങാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ചെയ്തത്. പിന്നെ ഇതിനൊരു വെക്കേഷൻ ഉണ്ട്, ഈ ബോഗൺവില്ലയ്ക്ക് ഒരു വെക്കേഷൻ ഉണ്ട്, ജൂൺ ജൂലൈ ആഗസ്റ്റ്. ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് നമുക്ക് നമ്മുടെ യാത്രകൾ കണ്ടിന്യൂ ചെയ്യാം. അതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ജൂൺ ജൂലൈ ആഗസ്റ്റ് മഴ സീസണാണ്, ഹെവി റെയിൻ സീസണാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് സെയിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് തോന്നി ആ ഒരു 3 മാസം നമുക്ക് നമ്മുടെ യാത്രകൾ കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് മെയിൻലി ഈ ഇതിലേക്ക് ഞങ്ങൾ കടക്കാൻ കാരണം. പിന്നെ ഇതിനോടുള്ള സ്നേഹവും ഇപ്പോഴാണ് ഇത് ഞങ്ങൾ ഒരുപാട് ഈ പൂവുണ്ടായി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഒരുപാട് ഇതുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ പെടുന്നതും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും, അതായത് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ് ഇതിൻ്റെ ഉള്ളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. നമ്മൾ സ്വയം വർക്ക് ചെയ്ത് തുടങ്ങും. നമ്മൾ ഇതിൻ്റെ കൂമ്പ് വെട്ടൽ, വളം ചേർക്കൽ, ഇതൊക്കെ നമ്മൾ പണിക്കാരെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തിയാണ് ഇതിൻ്റെ. ഈ നഴ്സറിയിൽ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും ഐഡിയാസ് എൻ്റെ വൈഫിൻ്റെയാണ്. എങ്ങനെ അത് ഇത്രയും ഫ്ലവറിഷ് ആവാനും, അതുപോലെ തന്നെ ഇത് റോട്ട് കൂടെ പോകുമ്പോൾ ഇത്രയും ആകർഷണീയമായി തോന്നുന്നതും എല്ലാം തോന്നിപ്പിക്കുന്നതെല്ലാം അത് ഞങ്ങളൊരു വിജയമാണ്. അതിൻ്റെ പിന്നിലെ കൈ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ പ്രിയയുടെയാണ്. ഇതിൽ എനിക്കുള്ളതെന്ന് വെച്ചാൽ സ്ഥലം ഒരുക്കി കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ എഫർട്ടും പുള്ളിയുടെയാണ്. A to Z ഇതിൻ്റെ പുള്ളിൽ വർക്ക് ചെയ്ത് ഓരോ ചട്ടിയും വെക്കേണ്ട സ്ഥലങ്ങൾ, ഓരോ കളറുകളും വെക്കേണ്ട സ്ഥലങ്ങൾ വളരെ പെർഫെക്റ്റായി വളരെ ആലോചിച്ച് തീരുമാനിച്ചു. ഇതിപ്പോൾ കണ്ടോ, ഈ വേര് കണ്ടോ, ഈ വേരും ആ വേരും
ഇത് വെച്ചിരിക്കുന്നത് പലരും വന്ന് ചോദിക്കാറുണ്ട് ഇത് എന്താ തെങ്ങിൻ്റെ വേര് മറച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെക്കുന്നതിനുള്ള കാരണമുണ്ട്. ഇത് ഞങ്ങളൊരു സെൽഫി കോർണർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിന്ന് എടുക്കാനായിട്ടുള്ളൊരു സെൽഫി കോർണർ, ഇതിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. ഇതിന് ഇനിയും വർക്കുകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അതിൽ കടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മുതലമടയിൽ ഞങ്ങൾക്കൊരു മാവിൻ തോട്ടമുണ്ട്. അതിൽ കരിമ്പനകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിലൊരു കരിമ്പന കൊണ്ടുവന്ന് ഇവിടെ വെച്ചുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ഒരു സെൽഫി കോർണർ ആക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ആകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഇതിൽ കൂടെ പോകുന്ന ഒത്തിരി ട്രാവലേഴ്സ് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇടിച്ച് കയറി കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ, ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കാൻ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ, കാറ്റ് കൊള്ളാൻ. അപ്പോൾ എനിക്കിവിടെ ബാക്കിൽ 7 ഏക്കർ സ്ഥലമുണ്ട്. ഈ 7 ഏക്കറിൽ 4 ഏക്കർ വയലാണ്, ബാക്കി 3 ഏക്കർ നമ്മുടെ തെങ്ങും പറമ്പാണ്. അപ്പോൾ അവിടെ അവർക്ക് വരുന്ന യാത്രക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാനും ടോയ്ലറ്ററി ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പല സൗകര്യങ്ങൾ ഇരുന്ന് കാറ്റുകൊള്ളാനും എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻലി ഈ സ്ഥലത്തിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇതിനെ കൊണ്ടു നടക്കണമെന്നാണ് ആഗ്രഹം. ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതേമാതിരി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.